ഹായ് ഫ്രണ്ട്സ്, പോക്കറ്റ് വെച്ച ഒരു സ്ട്രെയിറ്റ് പാൻ്റാണ്. 40 ഇഞ്ച് ഹിപ്പ് സൈസാണ്. ഓക്കെ, ലെങ്ത്ത് നമുക്ക് 36 ഇഞ്ച്. അപ്പോൾ 2 പീസ് തുണി മടക്കി വെച്ചിട്ട് നൈറ്റി ബിറ്റാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഈ പ്രിൻ്റ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ 3 ഇഞ്ച് എല്ലാവർക്കും ആർക്കാണെങ്കിൽ ഒരു 2 അല്ലെങ്കിൽ 3 ഇഞ്ച് എലാസ്റ്റിക്കിന് മാർക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ നിന്ന് താഴോട്ട് 36 ഇഞ്ച് ലെങ്ത്ത് എവിടെ നിന്നാണ് നമുക്ക് ഇടുന്നത് അവിടെ നിന്നിട്ട് താഴെ വരെയുള്ള ലെങ്ത്ത് 36, കൂടെ 2 ഇഞ്ച് കാലും മടക്കി അടയ്ക്കാനും കൂടി ചേർത്ത് 38 ഫുൾ എടുത്തിട്ടുണ്ട് ഞാൻ കേട്ടോ. അപ്പോൾ എലാസ്റ്റിക്കിൻ്റെ 3 ഇഞ്ചിൻ്റെ അവിടെ ഒരു ലൈൻ കൊടുത്തേക്കാം. ഇനി നമ്മുടെ വേസ്റ്റ് നമ്മൾ ഇടുന്ന ആ ഒരു പാൻറ്റിൻ്റെ റൗണ്ട് 40 ഇഞ്ചാണ്. 40ൻ്റെ 4 എത്രയാണ്? 10. 10ൻ്റെ കൂടെ നമുക്ക് ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പാണ് നമുക്ക് ചേർക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനത് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലെങ്ത്താണ് ഇപ്പോൾ മാർക്ക് ചെയ്തത്. ലെങ്ത്ത് നമ്മൾ എത്ര ആദ്യം എലാസ്റ്റിക്കിനൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനുശേഷമാണ് 36 ഇഞ്ച് നമ്മൾ എടുത്തത്. കൂടെ 2 ഇഞ്ച് കാലം അടയ്ക്കാനും കടിക്കാനും കൂടി ചേർത്ത് 38 ഇഞ്ച് എടുത്തു. ഇനി നമ്മുടെ അരവണ്ണം എത്രയാണ്? 40. 40ൻ്റെ 4 എത്രയാണ്? 10. 10ൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും 1/2 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസും കൂടി ചേർത്തിട്ട് 12.5 ഇഞ്ച് നമുക്ക് എടുക്കാം കേട്ടോ. അതെ, 12.5 ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് അവിടെ നിന്ന് താഴോട്ടേക്ക് നമ്മൾ 13 ഇഞ്ച്, അതായത് അത് ക്രോച്ച് ഏരിയ എന്ന് പറയും. എല്ലാ സൈസുകാർക്കും 13 എടുക്കാം. പിന്നെ ഭയങ്കര ഒരു 44 ഉണ്ടെങ്കിൽ, നമ്മുടെ അരവണ്ണം 44 ഉണ്ടെങ്കിൽ ഒരു 15 എടുക്കുക കേട്ടോ. ബാക്കിയുള്ളവർക്കൊക്കെ 13 എടുത്താൽ മതി. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ അരവണ്ണം എടുത്തില്ലേ 12.5, അവിടെ നിന്ന് താഴോട്ട് നമ്മൾ 13 എടുത്തു. 13 എടുത്ത ശേഷം അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുക. 2 ഇഞ്ച് നീളത്തിൽ ഇങ്ങനെ ഒന്ന് സൈഡൊന്ന് മാർക്ക്, നമ്മൾ കൈക്കുഴിയൊക്കെ ഒന്ന് വെട്ടി നമ്മൾ കുഴിച്ചെടുക്കുന്ന പോലെ ഇങ്ങനെ ഒന്ന് ചരിച്ചൊന്ന് മാർക്ക് ചെയ്യുക. അതിനിപ്പോൾ അളവുകൾ വ്യത്യാസമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് 13 ഇഞ്ച് എടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഒരു കർവ് പോലെ കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ ഇവിടെ നിന്ന് ആ ഒരു എൻഡിൽ നമ്മൾ കർവ് പോലെ കൊടുത്ത എൻഡിൽ അതിൻ്റെ കറക്റ്റ് മിഡ് പോയിന്റ് മാർക്ക് ചെയ്തു. നടുവ്, അതിൻ്റെ നടുവിന് നേരെ കാലിൻ്റെ നടുവിലോട്ടൊരു ലൈൻ കൊടുത്തു. ലൈനിൽ അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് കാലിൻ്റെ നടുവ്. ഇനി ആ കാലിൻ്റെ അത് കറക്റ്റ് നടുവെടുത്തില്ലേ, അതിൻ്റെ ലെഫ്റ്റ് സൈഡ് അതായത് അപ്പുറവും ഇപ്പുറവും 4 ഇഞ്ച് 4 ഇഞ്ച് തയ്യൽ തുമ്പോട് കൂടിയിട്ട് 4 ഇഞ്ച് 4 ഇഞ്ച് മാർക്ക് ചെയ്യാം. കുറച്ചുകൂടി നല്ല ഷേപ്പിൽ നിൽക്കണം. മെലിഞ്ഞവരാണെങ്കിൽ 3.25 ഇഞ്ച് എടുത്താൽ മതി. എനിക്ക് അത്യാവശ്യം കാല് കയറാൻ ഗ്യാപ്പ് വേണം. അതുകൊണ്ട് ആ ഒരു കാലിൻ്റെ നടുവേ പോയിന്റിൽ നിന്നും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും 4 ഇഞ്ച് 4 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തു. ഇനി ആ ക്രോച്ച് ഏരിയ എന്നതേ ആ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇപ്പുറത്തേക്കും മരിച്ചു. പിന്നെ അതിനുശേഷം നോക്കിക്കേ, ഈ ഒരു ഇപ്പുറത്തെ ആ ഒരു ഇതില്ലേ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അപ്പുറത്തെ കാലിലും കൂടി മാർക്ക് ചെയ്തു. ഇത് പോക്കറ്റ് വെക്കുന്നുണ്ട് കേട്ടോ, അതിൽ ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മളിതുപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിൽ കട്ട് ചെയ്തെടുക്കാം. വീഡിയോ പരമാവധി ഷെയർ ചെയ്യാം. 100% യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. ഞാൻ പറഞ്ഞു, അളവുകളെല്ലാം പറഞ്ഞു. നമ്മുടെ അരവണ്ണം 40, ഹിപ്പ് സൈസ് 40ൻ്റെ അളവിലാണ് കാണിക്കുന്നത്. അത് ഇപ്പോൾ 36 ആണെങ്കിലും ഈ അളവ് ഫോളോ ചെയ്യാം. പക്ഷേ അരവണ്ണത്തിൽ വ്യത്യാസങ്ങൾ മാത്രം. അപ്പോൾ 9 ഇഞ്ചിനൂടെ 2 ഇഞ്ച് 11 ഇഞ്ച് എടുത്താൽ മതി. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ മാത്രം ചെയ്തെടുത്താൽ മതി. ലെങ്ത്തിലൊന്നും എല്ലാവർക്കും ഓരോരുത്തരുടെ വ്യത്യാസമായിരിക്കും കേട്ടോ. ഇപ്പം നമ്മളത് ഇങ്ങനെ ശേഷം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുക. അവിടെ ഒരു മടക്കായിരിക്കും. അപ്പുറത്തെ സൈഡ് എല്ലാം ഓപ്പൺ ആയിരിക്കും, പക്ഷേ ഇപ്പുറത്തെ മടക്കാണ്. അതങ്ങോട്ട് തുറന്ന് 4 പീസായി നമുക്ക് കിട്ടും. ഇനി നമുക്ക് പോക്കറ്റ് എടുക്കാനായിട്ട് 4 തുണി എടുക്കുക. 7 ഇഞ്ച് നീളവും 8 ഇഞ്ച് വീതിയും. 8 ഇഞ്ച് നീളവും 8 ഇഞ്ച് വീതി എടുത്താലും കുഴപ്പമില്ല. 4 പീസ് തുണി എടുത്തിട്ടുണ്ട് കേട്ടോ. 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഓക്കെ, അതങ്ങ് മാറ്റി വെച്ചോളൂ. ഇനി നമുക്ക് ഇപ്പോൾ കട്ട് ചെയ്ത നമ്മളുടെ പാൻറ്റിൻ്റെ പീസിൽ 4 പീസ് തുണിയുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾ ഈ പ്രിൻ്റ് അപ്പുറവും ഇപ്പുറവും കണ്ടിട്ട് എന്താണ് ചേച്ചി ഇങ്ങനെ വെട്ടുന്നത്, വെട്ടാൻ അറിയില്ലേ എന്ന് കമൻസ് ഇടരുത്. ഇത് ഒരു നൈറ്റി ബിറ്റാണ്, കളറ് പോവില്ല, കോട്ടൺ ആണ്. എനിക്ക് വീട്ടിലിടാനും അത്യാവശ്യം പുറത്തിടാനൊക്കെ വേണ്ടി തയ്ക്കുന്നത് സ്ട്രെയിറ്റ് പാൻറ്റാണ്. ഓക്കെ, അപ്പോൾ അത് 4 എണ്ണത്തിൽ ഒരു പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു പീസ് കൂടി വെച്ചിട്ട് നല്ല വശവും ചേർത്ത് വെച്ചിട്ട് നമ്മുടെ ആ ക്രോച്ച് ഏരിയയിലെ അവിടെ ഒന്ന് 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് അടിക്കാം. അതേപോലെ മറ്റേ 2 പീസും കൂടി ചെയ്തെടുക്കാം. അപ്പം ഇത് ഇങ്ങനെ നമ്മൾ ചെയ്ത് ഒരു പീസ് ചെയ്തു. അതേപോലെ തന്നെ മറ്റേ പീസും ചെയ്ത് നല്ല വശവും ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പോക്കറ്റ് വെക്കാനായിട്ട് നമ്മൾ 2 പീസ് വെച്ചല്ലോ, അതിൻ്റെ നടുക്കായിട്ട് വേണം നമുക്ക് പോക്കറ്റ് വെക്കാനായിട്ട്. 7 ഇഞ്ച് വീതി 8 ഇഞ്ച് നീളം എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ 8 ഇഞ്ച് വീതി 8 ഇഞ്ച് നീളം ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഒരേ അളവിൽ കട്ട് ചെയ്താൽ പിന്നെ ഏത് ഭാഗത്തും തിരിച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ 8 ഇഞ്ച് നീളവും 8 ഇഞ്ച് വീതി എടുത്തോളൂ. അപ്പോൾ പിന്നെ കൺഫ്യൂഷൻ ഇല്ല.
ഇനി നമുക്ക് അങ്ങനെ 4 പീസ് എടുക്കണം. അപ്പോൾ ഒരു സൈഡിലേക്ക് 2 പീസ്, മറ്റേ സൈഡിലേക്ക് 2 പീസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനിയിപ്പോൾ ഇത് നേരെ അതിലേക്ക് വെക്കണം. ഓക്കെ, അതിനായിട്ട് നമ്മൾ നല്ല വശം ചേർത്ത് വെച്ചല്ലോ. ആ മേളിൽ നിന്നും നമ്മളുടെ ടോപ്പിൽ നിന്നും ഒരു 6 ഇഞ്ച് താഴെയായിട്ട് വേണം പോക്കറ്റ് തുടങ്ങേണ്ടത്. 3 ഇഞ്ച് നമുക്ക് എന്തിനു പോകും, 3 ഇഞ്ച് നമുക്ക് എലാസ്റ്റിക്കിന് പോകും. അതിനുശേഷം ഒരു 3 ഇഞ്ച് അല്ലെങ്കിൽ 4 ഇഞ്ച് കഴിഞ്ഞ ശേഷം വേണം നമുക്ക് പോക്കറ്റിൻ്റെ ഈ തുണി പീസ് അതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ. അപ്പോൾ ലാസ്റ്റ് ദിവസം നമ്മൾ അതിലോട്ട് ഓൾറെഡി ഇൻബിൽറ്റ് പോക്കറ്റായ ഒരു പാൻറ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിന് ആക്ടിവിറ്റിയിൽ നമുക്ക് അങ്ങനെ കിട്ടില്ല കേട്ടോ, വണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട്. അപ്പോൾ നമ്മളത് പോക്കറ്റ് വെക്കാനായിട്ട് 6 ഇഞ്ച് മേളിൽ നിന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ 4 പീസിലും സൈഡിൽ മാർക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു പീസ് എടുക്കുക. ഓക്കെ, ഒരു പീസ് എടുത്തിട്ട് ഒരു സൈഡ് നല്ല വശം ചേർത്തത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് അടിക്കുക. ജസ്റ്റ് അത് ജോയിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഇനി അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ടേപ്പ് എടുക്കുന്നു. നമ്മുടെ അരവണ്ണ നമ്മൾ ആ പോയിന്റിൽ നിന്നും 6 ഇഞ്ച് മാർക്ക് ചെയ്തു, എലാസ്റ്റിക്കിൻ്റെ പോയിന്റ് അവിടെ സ്റ്റാർട്ടിങ് പോയിന്റ് തൊട്ടിട്ട്. എന്നിട്ട് അവിടെയും നമ്മൾ ഇതിൻ്റെ നല്ല വശം കണ്ടോ ചേർത്ത് വയ്ക്കുന്നു. അവിടെയും കൂടെ അടിച്ചെടുക്കാം. ഇതും ഇങ്ങനെ ഇത് കണ്ടോ, ഇതിങ്ങനെ നല്ല വശം ചേർത്തടിക്കുക. ഇതും അതുപോലെ തന്നെ ചേർത്തടിക്കുക. അതുപോലെ അപ്പുറത്തെ സൈഡും നമ്മൾ ചെയ്യണം. ഒരു പോക്കറ്റ് മതിയെങ്കിൽ ഒരെണ്ണം വെച്ചാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡും ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്തെടുത്തിട്ട് ഇപ്പം ഒരു പീസിൽ രണ്ട് സൈഡിലും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒറ്റ പീസിൽ 2 സൈഡിലും നല്ല വശത്തും വെറുതെ അറ്റാച്ച് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. മറ്റേ പീസിലും ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് കറക്റ്റായിട്ട് 2 പാൻറ്റിൻ്റെയും നല്ല വശം ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടിട്ട് നിങ്ങൾ ഒരു കാല് വലുതും ഒരു കാല് ചെറുതൊന്നും കമൻറ്റ് ഇടരുത്. ഇത് വെച്ചിരിക്കുന്ന അവിടെ തുണി മടങ്ങിയിട്ടുണ്ട് ഒരു കാലിൽ, അതുകൊണ്ടാണ്. ഇനി അത് കണ്ടിട്ട് ഇതെന്താ ചേച്ചി പാൻറ്റ് ഇങ്ങനെയെന്ന് പറയരുത്. ഇനി നമുക്ക് 2 സൈഡും ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കാം, 2 സൈഡും കേട്ടോ. അപ്പോൾ നമുക്ക് 2 സൈഡും ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നോക്കിക്കേ, 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് 2 സൈഡും അടിക്കുക. കണ്ടോ, ഇങ്ങനെ വന്ന് നമ്മൾ ആ പോക്കറ്റിൻ്റെ അതിൽ കൂടെ വന്ന് പിന്നെ അതിന് ശേഷം ഇങ്ങനെ ഇപ്പുറത്തേക്ക് വരിക കേട്ടോ. ആ പോക്കറ്റിൻ്റെ ഭാഗത്ത് ഇതുപോലെ ഇപ്പം നൈറ്റി ബിറ്റ് ആയതുകൊണ്ട് അതിൻ്റെ തുണി പിരിഞ്ഞു പോവില്ല. അല്ലാന്നുണ്ടെങ്കിൽ പോക്കറ്റിൻ്റെ ഉൾഭാഗം നമ്മൾ ഒന്ന് ലോക്ക് സ്റ്റിച്ച് കൂടി കൊടുക്കേണ്ടതുണ്ട്. അതായത് നമ്മൾ സിഗ്സാഗ് സ്റ്റിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിച്ച് നമ്മൾ കൊടുത്താൽ മാത്രമേ അതിൻ്റെ ഉൾ സൈഡ് ലോക്ക് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് അടിച്ച് വരാം. അപ്പോൾ നമ്മൾ നോക്കിക്കതേ ഇതടിച്ചു. ഇതേപോലെ മറ്റേ സൈഡും കൂടി അടിക്കണം. ഒരു സൈഡേ ഞാൻ കാണിക്കുള്ളൂ, അതേപോലെ തന്നെ മറ്റേ സൈഡും കൂടി കൂട്ടി അടിക്കാം. അതിനുശേഷം നമുക്കിനി കാല് മടക്കി അടിക്കണം. പിന്നെ പാൻറ്റിൻ്റെ ആ വി ഷേപ്പിൽ അത് അടിക്കണം, എലാസ്റ്റിക് വെക്കണം. ഇത്രയല്ലേ. അപ്പോൾ 2 സൈഡ്, ഇപ്പോൾ ഒരു സൈഡ് അടിച്ച പോലെ മറ്റേ സൈഡും കൂടി അടിച്ചെടുക്കുക. അതുപോലെ തന്നെ കണ്ടോ, അപ്പുറത്തെ സൈഡും കൂടി വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ചെയ്തു വരാം. അപ്പോൾ നമ്മൾ 2 സൈഡും ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി നമുക്ക് 2 കാലും നമ്മൾ മടക്കിയടിക്കണം. അപ്പം നമ്മൾ 36 ഇഞ്ച് ലെങ്ത്തിൻ്റെ കൂടെ 2 ഇഞ്ച് നമ്മൾ ചേർത്തിട്ടുണ്ട് അടി മടക്കിയടിക്കാനായിട്ട്. അപ്പം നമ്മളിത് നോക്കി 2 സൈഡും പോക്കറ്റായിട്ട് അത് ഉൾവശത്ത് നമ്മൾ എന്താ പോക്കറ്റ് കറക്റ്റായത് ഉൾവശം തിരിച്ചാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി കാല് മടക്കിയടിക്കാനായിട്ട് ഇങ്ങനെ തുറക്കുമ്പോൾ തന്നെ അതൊരു വലിയൊരു പീസായിട്ടുണ്ടാവും. അത് നമുക്ക് 2 തവണ ഉള്ളിലോട്ട് മടക്കണം. ആദ്യം 1 ഇഞ്ച് പിന്നെ 1 ഇഞ്ച് ഉള്ളിലോട്ട് മടക്കിയിട്ട് 2 കാലും മടക്കിയടിച്ച ശേഷം ആ കാലിൻ്റെ വി ഷേപ്പില്ലേ അതുകൂടി അടിക്കുക. അപ്പോൾ നോക്കുമ്പോൾ ആ വി ഷേപ്പിൽ അതും കൂടി അടിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനെ 2 കാലും മടക്കി അടിക്കുക, 2 തവണ മടക്കി അടിക്കുക. ഓക്കെ, അപ്പോൾ
നമ്മൾ ഇത് മടക്കി അടിച്ചിട്ട് ഇനി കാലിൻ്റെ ആ ഷേപ്പിൽ അതും അടയ്ക്കുക. അതിനുശേഷം ഇനി മേലെ മടക്കിയിട്ട് എലാസ്റ്റിക് വെക്കണം. ഓക്കെ, എലാസ്റ്റിക് വെച്ചിട്ട് എടുത്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇനി സാധാരണ പാൻറ്റ് ചെയ്യണം. അപ്പോൾ എലാസ്റ്റിക് അല്ലെങ്കിൽ വള്ളി വേണമെങ്കിൽ വള്ളി കൊടുക്കാം, അല്ലെങ്കിൽ എലാസ്റ്റിക് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ഇത് ഇങ്ങനെയാണുള്ളത്. ഈ പോക്കറ്റ് ഉള്ളിലോട്ട് പോകും. ഞാനിപ്പോൾ നിങ്ങൾക്ക് പുറത്തിട്ടത് ഇപ്പം നല്ല വശം കാണിച്ചതെന്നാണ്. അപ്പോൾ അത് ഉള്ളിലോട്ട് പോയിട്ട് എങ്ങനെയുണ്ടാവുന്നൊക്കെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ കണ്ടോളും. കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടോ ഇങ്ങനെ കറക്റ്റ് ഭാഗം ഇങ്ങനെയാണ് വരിക കേട്ടോ. അതെ കണ്ടോ, ഈ രീതിക്ക് വരുവേ. അതിപ്പോൾ ജസ്റ്റ് അങ്ങനെ പുറത്തേക്ക് കിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ അതേ നമ്മുടെ പോക്കറ്റ് വെച്ച സ്ട്രെയിറ്റ് പാൻറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കേ, കണ്ടോ നല്ല എലാസ്റ്റിക് ഒക്കെ ഇട്ട് സെറ്റാക്കി നമ്മൾക്ക് വെച്ചിട്ടുണ്ട്. പോക്കറ്റിൻ്റെ ഉള്ളിലോട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാക്കിയെന്ന് ഷെയർ ചെയ്യുക, എല്ലാവരും ചെയ്ത് നോക്കുക. എളുപ്പമാണ് ഈ പാൻറ്റ്. ഇത് ഞാൻ വീട്ടിലിടാൻ അത്യാവശ്യം പുറത്തൊക്കെ പോകാനായിട്ട് ചെയ്ത നൈറ്റി ബീറ്റാണ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ 2 മീറ്റർ തുണി വേണം കേട്ടോ. അപ്പോൾ ഷെയർ ചെയ്യാൻ മറക്കല്ലേ.